ഹായ് മകളെ, 10ാം ക്ലാസ്സൊക്കെ എത്തി, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒറ്റ ചോദ്യം, അതിന് നിങ്ങളൊരു കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളെപ്പറ്റി തോന്നുന്നത് അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ് എത്തിയതിന് ശേഷം നിങ്ങളുടെ നിലവാരം എന്ത് എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഹൈ ലെവൽ കുട്ടിയാണോ, അല്ലെങ്കിൽ ബ്രില്യൻ കുട്ടിയാണോ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ തീരെ മാർക്ക് കിട്ടാത്ത ഒരാളാണോ എന്ന് നിങ്ങൾ സത്യസന്ധമായിക്കൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഏത് ലെവലും ആവട്ടെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ നിമിഷം ഏത് ലെവലും ആവട്ടെ, പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും അത് മാറുക തന്നെ ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്രയധികം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടുകയുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ സിസ്റ്റങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. അവിടെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പണ്ടൊരാൾ പറഞ്ഞൊരു കഥയാണ് ഞാൻ ഓർക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫുട്ബോൾ മാച്ച് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മെസ്സിയെ പോലെ റൊണാൾഡോയെ പോലെയൊക്കെയുള്ള സ്കില്ലുള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ആ പാസ് ഇടുന്നതും ആ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗോളി പോസ്റ്റ് ഇല്ലായിരുന്നു എന്നതാണ്. അതായത് ഗോളി പോസ്റ്റ് ഇല്ലാതെ നമ്മൾ വെറുതെ ഫുട്ബോൾ തട്ടി കളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതും. അതായത് പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാതെ നമ്മൾ ഒരുപാട് പഠിച്ച് മാർക്ക് വാങ്ങിപ്പോയിട്ട് ഒരു കാര്യവുമില്ല. കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാർക്ക് നേടാൻ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകളോ കാര്യങ്ങളൊക്കെ മതിയാകും. പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. നിങ്ങൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓണം എക്സാമാണ്. ആ ഓണം എക്സാം സെപ്റ്റംബർ 4 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെയാണ് അതിൽ നമുക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റുക, അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി ഒരുങ്ങുക എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ലോഞ്ചുമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 7:30 നമ്മളൊരു ലോഞ്ച് വരുന്നുണ്ട്. അതായത് 25-ാം തീയതി വ്യാഴാഴ്ചയാണ് ലോഞ്ച് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ബയോളജിയുടെ ഒരു ക്ലാസ്സും ഉണ്ടാവും. സോ അവിടെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണ് സൈലത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. സൈലത്തിൻ്റെ ഇപ്പോഴുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് എന്താണെന്നൊക്കെ നമുക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. സോ ഒരു കാരണവശാൽ നിങ്ങൾ ആ ലൈവ് മിസ്സാക്കരുത്. ഒരു അരമണിക്കൂറുള്ളൊരു ലോഞ്ചാണ്. അതായത് ക്രാഷ് കോഴ്സിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഓണം എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഈ ഓണം എക്സാമിന് വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങണമെന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഏത് ലെവലുള്ള വിദ്യാർത്ഥിയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കൂടി നമ്മൾ നാളത്തെ ലൈവിൽ പറഞ്ഞു തരാം. ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ് എങ്ങനെ പഠിക്കണം, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എങ്ങനെ പഠിക്കണം, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടി ഇനി എന്തൊക്കെയാണ് അഡീഷണലായിട്ട് പഠിക്കേണ്ടത്, അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.